ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ രാവിലെ ആയപ്പോഴേക്കും കുഞ്ഞു അവനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റൽ വരെ പോയായിരുന്നു. അവന് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം പിറ്റേ ദിവസം തലേന്ന് രാത്രി ഞങ്ങൾ രണ്ടുപേരും ഉറക്കിയിട്ടില്ല. രാവിലെ വരെ കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പം രാവിലെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ വിശേഷങ്ങളൊക്കെ കാണാം. എല്ലാവരും ഒരു സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം കേട്ടോ. അങ്ങനെ ദിയാൻകുട്ടന് പനിയായതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ ഞാനും ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ അജുവായിട്ട് ബൈക്കിനാണ് ഞങ്ങൾ വന്നത്. ചേർത്തല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നു. അപ്പം ഞാനും കുഞ്ഞുവാവും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ സമയത്ത് അജു അവിടെ പോയെന്നായിരിക്കും. അജു ചീട്ടെടുക്കാൻ പോയിരിക്കുന്നു, OP ചീട്ട് എടുക്കാൻ വേണ്ടി പോയിരിക്കുന്നു. ഭയങ്കര ക്യൂ കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ വന്നിരുന്നാണ്. ഞങ്ങൾക്ക് ഇരിക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല, അതുമാതിരി തിരക്കായിരുന്നു. എല്ലാ കൗണ്ടറിലും മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും കുഞ്ഞുവാവയും കൂടി ഫസ്റ്റ് സീറ്റ് ഇല്ലാഞ്ഞിട്ട് ഒന്ന് ഇരിക്കാൻ സീറ്റ് ഇല്ലാണ്ട് എല്ലായിടത്തും ഇങ്ങനെ അലഞ്ഞ് നടന്നു. ലാസ്റ്റാണ് ഒരു സ്ഥലം കണ്ടത്. അങ്ങനെ കുറേ നേരമായിട്ട് അജുവിനെ കാണാത്തതുകൊണ്ട് ഞങ്ങൾ തിരക്കി വന്നതാണ്. തിരക്കി വന്നപ്പോഴേക്കും നോക്കുമ്പം ഒന്നുകൂടി ക്യൂ ആയി. ഇത് കണ്ടോ, ഇഷ്ടം പോലെ ക്യൂ ആണ്. ഇത് ടിക്കറ്റ് അല്ല, ചീട്ട് എടുക്കാൻ വേണ്ടി നിൽക്കുന്നവരുടെ ക്യൂ ആണ് ഈ കാണുന്നത്. അത് കൗണ്ടർ കഴിഞ്ഞിട്ടും തിരക്കുണ്ടായിരുന്നു. പിന്നെ അജു ചീട്ടൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ തപ്പി നടക്കുമായിരുന്നു. പിന്നെ പീഡിയാട്രിക് OPയിലേക്ക് അജു പോയിട്ട് എന്നെ ഇങ്ങനെ കോൾ ചെയ്യുന്നുണ്ട്. ഞാൻ പക്ഷെ അജുവിനെ കണ്ടു, അജു എന്നെ കണ്ടിട്ടില്ല. അജു ഇപ്പം നോക്ക്, നിങ്ങൾ കാണുന്നുണ്ടോ, കോൾ ചെയ്ത് ഫോണിന് വെച്ചോണ്ട് കാതിൽ വെച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത് പീഡിയാട്രിക് OPയിലേക്ക്. ഞാൻ അജുവിനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അജു എന്നെ കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ OPയുടെ വാതിക്കൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അജു എന്നെ കണ്ടു കേട്ടോ. ദിയാൻകുട്ടൻ്റെ ചീട്ട് കിട്ടി. ദിയാൻ അജയ് എന്നാണ് അവൻ്റെ പേര്. 6 മാസം എന്നൊക്കെ എഴുതിയിരിക്കുന്നത് കണ്ടോ. നോക്കിയേ ഇങ്ങോട്ട് നോക്കിയിട്ട് അങ്ങനെ ദിയാൻകുട്ടന് മെഡിസിനൊക്കെ എഴുതി തന്നു ഡോക്ടർ കണ്ടു. ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്തു, അതൊക്കെ നോർമലാണ്. ഞാൻ പാരാസിറ്റമോൾ സിറപ്പ് കൊടുത്തിട്ടാണ് കൊണ്ടുവന്നത്, അതുകൊണ്ട് ടെമ്പറേച്ചറൊക്കെ നോർമലായിരുന്നു. പിന്നെ ഡോക്ടർ കുറച്ച് മെഡിസിനൊക്കെ കുറിച്ച് തന്നു കഫം പോകാനായിട്ട്. നല്ലപോലെ കഫക്കെട്ടുണ്ടായിരുന്നു അവന്, അത് പോവാനും പിന്നെ ചുമയ്ക്കും പനിക്കും എല്ലാം കൂടി കുറിച്ച് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഫാർമസിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫാർമസിയിൽ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് പെട്ടെന്ന് തന്നെ 2 പേര് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മെഡിസിൻ കണ്ടോ. ഇവിടെ കുറേ വല്യമ്മമാരൊക്കെ ഉണ്ട്, അമ്മൂമ്മമാരൊക്കെ ഉണ്ട്. ഇതാ ചേട്ടൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടോ, ആ ഗ്യാപ്പിൽ കൂടിയാണ് നമ്മൾ ചീട്ട് കൊടുക്കേണ്ടത്. ആ ഗ്യാപ്പിൽ കൂടി തന്നെ നമുക്ക് മെഡിസിനും തരും. അങ്ങോട്ട് മെഡിസിനൊക്കെ കിട്ടി. ഡ്രോപ്സും സിറപ്പും ഒക്കെ ഉണ്ട്. ഒരു ഡ്രോപ്പ് മാത്രം നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടതായി വന്നുള്ളൂ. അപ്പം മെഡിസിനൊക്കെ കിട്ടിയിട്ട് ഞാൻ നേരെ അജുവിൻ്റെ അടുത്ത് പോവുകയാണ്. അവരവിടെ ഫ്രണ്ടിൽ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഇവിടെ നോക്കിയിട്ടൊന്നും കണ്ടില്ല. പിന്നെ നോക്കിയപ്പോഴാണ് ഇതാ ഗേറ്റിൻ്റെ അവിടെ തന്നെ പോയി നിൽപ്പുണ്ട് 2 പേരും. ഇതാണ് ഹോസ്പിറ്റൽ, AK ആൻ്റണിയുടെ നിർമ്മാണം. അപ്പം ഇങ്ങനെ അജു പറയായിരുന്നു, നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് കണ്ട കുറേ കടകളൊക്കെ കാണുന്നുണ്ടോ. അവിടെ കഞ്ഞിക്കടയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള, അവിടെ അഡ്മിറ്റ് ആയി കിടക്കുന്ന ആൾക്കാർക്കൊക്കെ കഞ്ഞിയൊക്കെ ആവശ്യം വരും. അങ്ങനെയുള്ള പിന്നെ അതുപോലെ ബണ്ണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന കുഞ്ഞു കടകളാണ്. അപ്പോൾ അവിടെ ചുക്ക് കാപ്പിയുണ്ട്. അപ്പോൾ അത് കുടിക്കാമെന്നും പറഞ്ഞിട്ട് അജു ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോവാണ്. അജു ഫസ്റ്റ് ക്രോസ് ചെയ്തു, അതിന് ശേഷമാണ് ഞങ്ങൾ ക്രോസ് ചെയ്തത്. ഞങ്ങൾക്ക് ത്രോട്ടിന് നല്ല പ്രോബ്ലം ഉണ്ടായിരുന്നു, എനിക്കും അജുവിനും. അപ്പം അജു പറഞ്ഞു നമുക്ക് ചുക്ക് കാപ്പി കുടിക്കാതെ. അങ്ങനെ ഞങ്ങൾ ചുക്ക് കാപ്പി കുടിക്കാനായിട്ട് കയറുവാണ്.
പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വെള്ളം മതി. പക്ഷെ അജു എനിക്ക് ചുക്ക് കാപ്പിയാണ് വാങ്ങിച്ചു തന്നത്. അല്ല വേണ്ട, എനിക്ക് വെള്ളം മതി, എന്തെങ്കിലും വെള്ളം. കളിച്ച ചിരിയായിട്ട് ആ ഭാഗം അവിടെ നിന്ന് മാറ്റി. ആ ഭാഗം അവിടെ നിന്ന് മാറ്റി വെച്ചിട്ട് അങ്ങനെ നല്ല അടിപൊളി ചുക്ക് കാപ്പി, നല്ല ചൂടുള്ള ചുക്ക് കാപ്പി. തൊണ്ടയ്ക്ക് നല്ല സുഖം ഉണ്ടായിരുന്നു. ഞാൻ തണുത്ത വെള്ളമായിരുന്നു പറഞ്ഞത്. അജു എനിക്ക് ചുക്ക് കാപ്പിയാണ് വാങ്ങിച്ചു തന്നത്. ഒന്നോർത്താൽ അത് നന്നായി. തണുത്ത വെള്ളം കുടിച്ച് കുടിച്ച് എൻ്റെ തൊണ്ട മൊത്തം പോയിരിക്കുമായിരുന്നു. എന്നിട്ടും എനിക്ക് തണുത്ത വെള്ളം വേണമെന്നാണ് പറഞ്ഞത്. വേറൊന്നും കൊണ്ടല്ല ഗൈസ്, അവിടെ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പരവേശം കൊണ്ടാണ് തണുത്ത വെള്ളം മതി എന്ന് പറഞ്ഞത്. പക്ഷെ ചുക്ക് കാപ്പി വാങ്ങിച്ചു തന്നു. പിന്നെ അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട, അടിപൊളിയായിരുന്നു. എനിക്ക് ഉഴുന്നുവട ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പൊ നല്ല ഉഴുന്നുവടയും ചുക്ക് കാപ്പിയും കൂടി കുടിച്ചോണ്ടിരിക്കുകയാണ്. ദിയാൻകുട്ടി അതിന്റെ ഇടയ്ക്കിരുന്ന് നല്ല കളിയാണ്. എന്തൊക്കെയോ അവിടെ കുറെ പാമ്പേഴ്സ് ഒക്കെ കണ്ടു. ആ പാമ്പേഴ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ ടേബിളിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ത്വരയാണ് ആ കിടന്ന് കാണിക്കുന്നത്. എന്ത് സാധനം കിട്ടിയാലും അവന് അതെടുത്ത് വായിൽ വെക്കണം. പിന്നെ ഞാൻ നോക്കുമ്പോഴേക്ക് ചേച്ചി അവിടെ ആരോ പൊറോട്ട ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ പൊറോട്ട ചുട്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചേച്ചിയോട് പറയുകയാണ്, ചേച്ചി ഞാനൊരു വീഡിയോ എടുത്തോട്ടെ, എനിക്ക് യൂട്യൂബിൽ ഇടാനാണ്. അപ്പോൾ അതിനെൻ്റെ മകരെ എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി നല്ല രീതിയിൽ പോസ്റ്റ് ചെയ്ത് തന്നതാണ് കേട്ടോ. അത് പാവം നല്ല രീതിയിൽ പോസ്റ്റൊക്കെ ചെയ്ത്. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ചേച്ചിയുടെ വീഡിയോ എനിക്ക് യൂട്യൂബിലിട്ട് കാണിച്ചു കൊടുക്കണം. പിന്നെ അവരിങ്ങനെ ജീവിക്കുന്ന പാവങ്ങൾ. അപ്പം എന്തായാലും ഫേമസ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ചേച്ചി എന്നെ അനുവദിച്ചു വീഡിയോ എടുക്കാൻ. ഞങ്ങൾ അത് ചുക്ക് കാപ്പിയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ദോശ, ഓംലെറ്റ്, അതുപോലെ തന്നെ ഇത് കഞ്ഞിക്കട. ഇതാണ് കഞ്ഞിക്കട. ദോശ ഓംലെറ്റും ഒക്കെ ഉള്ള കട. അങ്ങനെ ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് ഹായ് ചേട്ടായൊക്കെ പറഞ്ഞ് പോയി. ഇത് കഞ്ഞി വാങ്ങിക്കാനുള്ള പാത്രം, പിന്നെ ബക്കറ്റ്, എല്ലാ സാധനങ്ങളും ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുവാണ്. ദിയാൻകുട്ടനെ ഞാൻ ഇങ്ങനെ വട്ടം കിടത്തി, അവൻ ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബൈക്കിൽ. ഒരു കാറൊക്കെ എടുക്കണം. ഇപ്പം ഞങ്ങൾ എന്താ പറയുക 4 പേരായി ഫാമിലിയിൽ. അപ്പോൾ ഒരു കാറൊക്കെ വേണം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട്. ദിയാൻകുട്ടൻ ആ ഗ്യാപ്പിൽ നല്ല സുഖമായി ഉറങ്ങി. അവനും അതുപോലെ ദിയക്കുട്ടിയും ചെറുപ്പത്തിൽ ബൈക്കിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേക ഒരു സുഖമാണല്ലോ. ആ ഒരു കാറ്റ് അടിക്കുമ്പോഴുള്ള നമുക്ക് ഉറക്കം വരുമല്ലോ, ആ ഒരു രീതിയിൽ അങ്ങ് ഉറങ്ങി അങ്ങ് പോകും. നമ്മൾ പുത്തനമ്പലം എത്തി. ഇത് നമ്മുടെ ശാരിക ബസ്, നമ്മുടെ റൂട്ടിലുള്ള ആകെ ഒരു ബസ്സാണത് കേട്ടോ. പിന്നെ ഇവിടെ ഉത്സവം നടക്കാൻ വേണ്ടി അമ്പലത്തിൽ അതിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അതായത് സ്റ്റേജൊക്കെ കെട്ടുന്നുണ്ട്. ഞാൻ ഉത്സവത്തിൻ്റെ വ്ളോഗൊക്കെ ചെയ്യുന്നതായിരിക്കും. എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുവാണെങ്കിൽ ഈ വളവിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിലേക്കുള്ള റൂട്ടാണ്. ഇപ്പം തന്നെ നമ്മൾ വീട്ടിലെത്തും. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ലാൻഡ് മാർക്ക്, ഒരു ടെമ്പിളിൻ്റെ ആർച്ച്. നമ്മൾ വീട്ടിലെത്തി. ഹസ്ബൻഡ് ബൈക്ക് കൊണ്ടേ വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ഇത് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന മാറ്റ് കമ്പനിയാണ്. ഇഷ്ടംപോലെ മാറ്റ് അവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് കാണട്ടോ.
നല്ല ഭംഗിയില്ലേ? ഞാനൊരു ദിവസം ഇവരുടെ കമ്പനി പോയി വീഡിയോ ചെയ്യാം കേട്ടോ. ഇതാണ് മാറ്റ്, അവരുണ്ടാക്കുന്നതാണ്. പല മോഡൽ ഉണ്ടാക്കും. അങ്ങനെ ഞാനും ലിയാൻകുട്ടനും കൂടി വീട്ടിലേക്ക് വന്നു. അജു ബൈക്ക് വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. നമുക്ക് വഴിയില്ലാത്തതുകൊണ്ട് വീടിൻ്റെ അകത്തേക്കും ബൈക്കൊന്നും കയറത്തില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ലിയാൻകുട്ടന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അവന് പാലൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ അവനെ ഉറക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. അതുപോലെ ലൈക്കും കമൻസ് ഒക്കെ ഇടണം കേട്ടോ. കമൻസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കമൻസിന് എല്ലാത്തിനും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നമുക്ക് കമൻസിലൂടെ സംസാരിക്കാം, കൂട്ടുകാരാവാം. അപ്പം ടാറ്റ ബൈ ബൈ, ലവ് യു ഓൾ.